റാം നാരായൺ റാം. ഈ ഭൂമി ഒന്നുതാനേ, ആകാശം ഒന്നുതാനേ, പിന്നെ രാജ്യം ഒരേതായിരിക്കരുതേ. നമുക്ക് യാഥാസ്ഥിതിക അധികാരബോധം ഉപേക്ഷിച്ച് ഐക്യത്തിലേക്ക് നീങ്ങണം. എല്ലാവരും ഒറ്റയടിയായി കൂടിക്കാഴ്ച വേണം. ജാതിമത രാഷ്ട്രീയത്തേക്കാൾ മീതെ ഉയരണം. പ്രകൃതിക്കൊരിക്കലും ആരെയും വച്ചും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. സൂര്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ആരെയും പ്രകാശിപ്പിക്കില്ല എന്നു. ചന്ദ്രൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ എൻ്റെ ചന്ദ്രിക ആരെയും അലങ്കരിക്കില്ല എന്നു. കാറ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ ഈ ദിശയിൽ വീശില്ല എന്നു. അവിടെ മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വിവേചനം സൃഷ്ടിക്കുന്നു? നാം ഒരുമിച്ചിരിക്കുന്ന മനുഷ്യരോടും മേൽവിലാസം ഉണ്ടെന്ന് നാം എന്തുകൊണ്ട് കരുതുന്നു? ഈ ചിന്ത മാറ്റണം. എല്ലാ സ്ഥലത്തും ഒരു മതം മാത്രമേയുള്ളൂ, ഒരു ഭരണഘടന മാത്രം. അതാണ് പ്രകൃതിയുടെ മതവും ഭരണഘടനയും. ആകാശത്തിൻ്റെയും പ്രകൃതിയുടെയും ധർമ്മങ്ങൾ, ആദർശങ്ങൾ, കർമ്മങ്ങൾ, നൈതികത അതെല്ലാം ഭൂമിയിലും അന്വയിക്കണം. ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ആത്മപരിശോധനയാണ്. ഇന്ന് മനുഷ്യൻ മനുഷ്യൻ്റെ തന്നെ ഏറ്റവും വലിയ ശത്രുവായതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കണം. നാം നമ്മുടെ ചൈതന്യത്താലോ വിവേകത്താലോ ചിന്തിച്ചാൽ നമ്മുടെ തെറ്റെവിടെയാണ് എന്നത് തിരിച്ചറിയാൻ കഴിയും. എന്തെന്നാൽ നല്ലതും ചെറുതുമായ വ്യത്യാസം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിവേകമാണ്. എന്താണ് ശരിയെന്ന് എന്താണ് തെറ്റെന്ന് നമ്മെ കർശനമായി അവബോധിപ്പിക്കുന്നത് അതാണ്. പ്രകൃതിക്ക് നമ്മെക്കൊണ്ട് എന്തും നൽകി. അവളതും ഒരു നിയമത്തിൽ ജീവിക്കുന്നു. നാം എല്ലാം പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചാൽ ഒരു പ്രശ്നവും നിലനിൽക്കില്ല. നാം ഈ ദേശത്തെയും ലോകത്തെയും നമ്മുടെ കുടുംബമായി കരുതിയാൽ ആരുടെയും മറ്റാരോടും തർക്കമുണ്ടാകില്ല. എല്ലാവരും ഐക്യത്തോടെ മുന്നോട്ട് പോകും. നിസ്വാർത്ഥതയോടെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും സഹായിക്കണം. ആരെയും ചെറുതായോ വേറിട്ടതായോ കരുതരുത്. ഈ ഭൂമിയിൽ എല്ലാവരും ഒരുമിച്ചു മുന്നേറിയാൽ കാണുക ഇന്ത്യ എങ്ങനെ പുതിയ ഉന്നതികളെ പിന്തുടരുന്നുവെന്ന്. ഫാക്ടോറിയൽ. ഇന്ന് ഒരു കൂട്ടച്ചിരിപ്പാണ്. എല്ലാവരും ഒരേ സമയത്ത് മറ്റൊരു വ്യക്തിയേക്കാൾ മുന്നേറണമെന്നാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മളൻ വിവേകത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ, അത് കാണിച്ച വഴി പിന്തുടർന്നാൽ ജീവിതം എളുപ്പമാകും. നാം എപ്പോഴും പറയുന്നു, ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്, കഠിനതകളും ബുദ്ധിമുട്ടുകളും. എന്നാൽ അതെല്ലാം നാം തന്നെ സൃഷ്ടിച്ചവയാണ്. കാരണം നാം എന്തും ചെയ്യുമ്പോഴും നമ്മുടെ വിവേകത്തിൻ്റെ വാക്കുകൾ കേട്ടില്ല. നാം നമ്മുടെ ഹൃദയത്തിലുള്ള വിവേകത്തിൻ്റെ ശബ്ദം കേട്ടാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും യഥാക്രമം മാറിപ്പോകും. അതിനാൽ തന്നെ നമുക്ക് പ്രകൃതിയോട് ഒന്നാകണം. നമ്മുടെ സ്വഭാവം സജീവവും സാന്ദ്രവുമാകണം. ഹൃദയത്തിൽ സ്നേഹവും പരസ്പര സഹായം ചെയ്യാനുള്ള മനസ്സും വേണം. അപ്പോൾ കണ്ടോളൂ, ജീവിതം എത്ര എളുപ്പമാകും. ഫാക്ടോറിയൽ. നാം എല്ലാവരും തന്നെ നമ്മുടെ ജീവിതം പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നതാക്കി മാറ്റിയവരാണ്. നാം അതിനില്ലെങ്കിലും ജീവിതം കൈപ്പിണിഞ്ഞതാണ്. റാം നാരായൺ റാം. നിങ്ങളുടെ ഈ കൈക്കുഴച്ച ജീവിതത്തിന് ഒരു ശരിയായ ദിശ നൽകുന്നതാണ്. ഒരാൾ റാം നാരായൺ റാമുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തെ നോക്കാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. അതാണ് നമ്മെ പുതിയ ഊർജം നൽകുന്നതും ജീവിതം വിജയകരമാകുന്നതും.